എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം ഈ വേദി നിൽക്കുമ്പോൾ. കാരണം ഒരു 31 വർഷമായിട്ട് ദുബായിൽ വന്നിങ്ങനെ പോകുന്നുണ്ട്, പല പല ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ അഭിനയിച്ച ഒരു സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദുബായിൽ നിന്ന് ഇങ്ങനെ ഒരു അതിന് അവസരം ഉണ്ടാക്കിയതാണ് ഇരിക്കുന്ന ഈ 5 പേര്, 4 പേര്. എന്നെ പ്രത്യേകം നന്ദി പറയേണ്ടത് വേണിച്ചേട്ടനോട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാണ്. കാരണം ഇവിടെ എല്ലാവരും കൊണ്ടുവരിക, ഒന്ന് ആഘോഷിക്കുക. അപ്പൊ നാളെ എന്തൊക്കെ ടൂറും പരിപാടികളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ആഘോഷമൊക്കെയാണ് ഞാൻ കഴിയുന്നത്. നമ്മള് സാധാരണ ബ്രില്യൻ ഫിലിം, ബ്രില്യൻ ഡയറക്ടർ എന്നൊക്കെ, ബ്രില്യൻ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ ബ്രില്യൻ എന്നുള്ള വാക്ക് ഒരു പ്രൊഡ്യൂസർക്ക് അങ്ങനെ ആരും പറയാറില്ല. അങ്ങനെയുള്ളൊരു ബ്രില്യൻ പ്രൊഡ്യൂസറാണ് മലയാളത്തിലെ വേണിച്ചേട്ടൻ. നമ്മുടെ തുടങ്ങുന്നത് അദ്ദേഹത്തെ പോലെ ആൾക്കാരിൽ സിനിമ ഉണ്ടാവില്ല, രേഖാചിത്രം തുടക്കം. അപ്പൊ അങ്ങനെയായിരുന്നു രേഖാചിത്രത്തിന്റെ തുടക്കം. എന്നെ ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. അതായത് നമ്മുടെ ജോഫിനില്ലേ, ട്വിസ്റ്റ് ചെയ്ത ജോഫിനൊന്ന് വിളിക്കും, ചേട്ടനൊന്ന് ഒരു കഥ കേൾക്കണം, ഒരു ക്യാരക്ടർ ഉണ്ടാകും, ഞാൻ വിളിക്കാൻ പറയാം. അല്ലെ ജോഫിൻ എന്നെ വിളിക്കുന്നു, കഥ മുഴുവൻ പറയുന്നു, എന്റെ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നു, വക്കച്ചൻ. അപ്പൊ ഞാനത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നു, ഒരു സംശയമില്ല. അപ്പൊ ജോഫിൻ ചെറുതായിട്ട് തിരിച്ചു. ഞാൻ എന്തോ ചെയ്യും ജോഫിൻ? അല്ല, എന്നോട് ആൻഡോച്ചേട്ടൻ പറഞ്ഞത് ഒരു കാര്യം വെച്ചാൽ ജോഫിനൊന്ന് വിളിച്ച് നോക്ക്, എനിക്ക് തോന്നുന്നില്ല പുള്ളി സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയല്ലേ? അതെന്താ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വേറൊന്നുമല്ല, ഞാൻ ചില അപ്രിയ സത്യങ്ങളൊക്കെ മൂടി വെച്ച് ഇങ്ങനെ ചുള്ളനായിട്ട് നടക്കുന്നതുകൊണ്ട് ഇത്തരം ഒരു 65-70 വയസ്സുള്ള ക്യാരക്ടറൊന്നും ഇയാൾ എടുക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ട്. ആൻഡ്രോയ്ക്കും ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല, എല്ലാ കാലത്തും നല്ല ക്യാരക്ടറാണെങ്കിൽ അതവിടെ കൈ കൊടുത്തിരിക്കും. സിനിമയിൽ വന്ന കാലം മുതൽ ഒരുപാട് വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ശീലമുണ്ട്. പിന്നെ ഇടക്കാലം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരാത്തതുകൊണ്ട് കൈ കൊടുക്കാറില്ല. പക്ഷെ ഇത് കേട്ട വഴിക്ക് കൈ കൊടുത്തു. അതുകൊണ്ട് എൻ്റെ വക്കച്ചൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് അവസരമൊരുക്കുന്ന ജോഫിൻ, ജോണ്, രാമോസുരി, തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ്. നമ്മുടെ ഈ സിനിമയ്ക്ക് നടക്കാൻ കാരണം പ്രധാനപ്പെട്ട ഒരാൾ മമ്മൂക്കയാണ്. മമ്മൂക്കയും സ്മരിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ആസിഫ്,